സിനിമാ താരങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന അബദ്ധങ്ങൾ പറയുന്നത് വളരെ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്വാസികയുടെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതിനകത്ത് സ്വാസിക ചെയ്തത് ഈ സ്യൂഡോ മെഡിസിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷവൈദ്യത്തിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി ഉരുണ്ടതല്ല ഒന്ന്, രണ്ടാമത്തെ കാര്യം ഇതുവരെ മനുഷ്യരാരും മൂണിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. മൂണിൽ പോയതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. കാര്യം മൂണിനകത്തുള്ള ഓരോ ക്ലെയിമുകളും എടുത്ത് ഡീബങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം സമയം വേണ്ട കാര്യങ്ങളാണ്. വളരെ ബേസിക്കായിട്ട് നമ്മൾ സ്കൂൾ ലെവലിലുള്ള കുട്ടികളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭൂമി ഉരുണ്ടതാണെന്ന്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നമാണോ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയില്ല. പലർക്കും അത് ഇപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയെങ്കിലും അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ഷിപ്പ് ദൂരേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു കടൽക്കരയിൽ നിൽക്കുകയാണ്, ദൂരേക്ക് ഒരു ഷിപ്പ് പോവുകയാണെങ്കിൽ അതിൻ്റെ മാസ്റ്റ് താഴോട്ട് പോകുന്നത് വരെയുള്ള, അതായത് ഭൂമിയുടെ കർവച്ചറിനനുസരിച്ചിട്ട് പോകും എന്നുള്ള കാര്യം പറയാൻ മാത്രമായിരിക്കും ഒരുപക്ഷെ പലർക്കും അറിയാവുന്നത്. അതിൽ കൂടുതൽ തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പറയാൻ പറ്റാറില്ല, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് അത് ബോധ്യപ്പെടാനോ തെളിയിച്ചു കൊടുക്കാനോ പറ്റാറില്ല എന്നുള്ളത് സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളിൽ പഠിക്കുന്നതല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യമാണെങ്കിലും ആ സ്കൂളിൽ പഠിച്ചതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വളർന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നമുക്കറിയാം ലോകത്തെമ്പാടും ഈ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര ശക്തി പ്രാപിച്ച് വരികയാണ് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ശാസ്ത്രവും അറിവും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ഭൂമിയെക്കുറിച്ചിട്ടും ഫ്ലാറ്റാണെന്നൊക്കെ ഉള്ള അന്ധവിശ്വാസം മാറി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഫ്ലാറ്റ് എർത്ത് കമ്മ്യൂണിറ്റി പുതിയ ആർഗ്യുമെൻറ്റുകളായിട്ട് വരുന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫ്ലാറ്റ് എർത്ത് കമ്മ്യൂണിറ്റിയുടെ ആർഗ്യുമെൻറ്റിൽ ഇപ്പോൾ അവരിപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂമി കറങ്ങുന്നതുകൊണ്ടല്ലേ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത് പറയുമ്പോൾ അവർ കൊണ്ടുവരുന്ന മോഡലായിരിക്കില്ല വെതർ പാറ്റേൺസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഭൂമി എന്ന് പറഞ്ഞാൽ പരന്ന റൗണ്ടായിട്ടുള്ള ഒരു ഡിസ്ക്കാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം. അതിൻ്റെ എഡ്ജിൽ നിന്ന് വേണമെങ്കിൽ വീണ് പോകാം എന്നൊക്കെ ഉള്ള വിശ്വാസമുള്ള ആളുകളാണ് ഈ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ ഇവരെ എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇത്ര അടുത്ത് ഒരു കാര്യം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭൂമി റൗണ്ടാണ് അല്ലെങ്കിൽ സ്പെറിക്കലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഭൂമി സ്പെറിക്കലാണ്, ഒരു ഗോളാകൃതിയിലുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പിറോയിഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയേ ഉള്ളൂ. അതായത് ഭൂമധ്യ രേഖയോട് അടുപ്പിച്ചുള്ള ഭാഗങ്ങളിൽ നമ്മൾ അതിൻ്റെ ഡയമീറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ 12,700 ഒരു 56 കിലോമീറ്റർ വരും. പക്ഷേ നോർത്ത് പോൾ മുതൽ സൗത്ത് പോൾ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചപ്പലുണ്ട്. എത്രമാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ്, ഒരു 12,725 കിലോമീറ്റർ. അപ്പോൾ വളരെ ചെറിയ ഒരു 10, 25, 30 കിലോമീറ്ററിൻ്റെ വ്യത്യാസം അല്ലാതെ അതൊരു വലിയ വ്യത്യാസമല്ല. അപ്പോൾ നമുക്ക് ജനറലി സ്പീക്കിംഗ് അതിനൊരു സ്ഫിയർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇനി മനസ്സിലാക്കേണ്ടത്, അപ്പോൾ പുള്ളി പറയുന്നത് എന്താണ്, വളരെ തൊട്ടടുത്ത് നമ്മൾ ഒരു സംഭവം കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കർവച്ചർ കാണാൻ പറ്റില്ല. ഈ കർവച്ചർ മനസ്സിലാക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രമുണ്ട്. അതെന്ന് പറയുന്നത് എർത്ത് റൈസിങ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അപ്പോളോ 8 നിന്ന് ചന്ദ്രനെ ചുറ്റി വരുന്ന സമയത്ത്, ഭൂമിയെ കാണുന്ന സമയത്ത് ഒരു ഹാസൽബ്ലാഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ ഫ്രെയിമിലെടുത്ത ഒരു ചിത്രമാണ് ആ എർത്ത് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏതുതരം കളറാണ്, 250 F8-ലോ F11-ലോ ആണ് ആ ചിത്രം എടുക്കുന്നത്. അത്ര നല്ല ഭംഗിയുള്ള, അതായത് ഇദ്ദേഹത്തിനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ. അങ്ങനെ ആ ഫിലിമിലെടുത്ത ഒരു ചിത്രമാണ് ഈ എർത്ത് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ ചന്ദ്രനിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ആകാശഗോളങ്ങളെല്ലാം നമ്മൾ കോണളവിലാണ് പറയുന്നത്. ഭൂമിക്ക് ഒരു 2 ഡിഗ്രി മാത്രമുള്ള ഒരു കോണളവാണ് കാണുന്നത്. അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ ആകാശത്ത് കാണുന്ന 1/2 ഡിഗ്രി കോണളവിലാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു കോൺ, ഒരു ആംഗിൾ അതിൻ്റെ മുകളിൽ താഴെയായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1/2 ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചന്ദ്രനേക്കാൾ ഏതാണ്ട് 4 മടങ്ങ് വലിപ്പത്തിലായിരിക്കും അവിടെ മൂണിനെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിത്രം, ഫ്രണ്ടിൽ മൂണിൻ്റെ സർഫസും അതുപോലെ തന്നെ പുറകിൽ ഇങ്ങനെ ഭൂമി ഉദിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ്. മാത്രമല്ല ഇതിനകത്ത് ഷൈൻ ടോം ചാക്കോ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ വളരെ ദൂരത്തേക്ക് ഭൂമിയുടെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഭൂമിയെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അത്ര ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയെ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് യാതൊരു പിടിയും ഇല്ലാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വെറും കണ്ണുകൊണ്ട്, നിങ്ങൾക്കൊരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ ബെറ്ററായിട്ട് കാണാം, വെറും കണ്ണുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിനെ ആകാശത്ത് കാണാൻ പറ്റും, അതായത് വ്യാഴത്തിനെ ആകാശത്ത് കാണാൻ പറ്റും. ഒരു ബൈനോക്കുലറോ ഒരു ടെലിസ്കോപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ 4 ഗലീലിയൻ മൂൺസ്, കലിസ്റ്റോ, യൂറോപ്പ, ഇയോ, ഗാനിമേഡ്, ഈ 4 എണ്ണവും കൂടി നമുക്കതിനെ ചുറ്റുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഏതാണ്ട് ഒരു ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 70 കോടി കിലോമീറ്റർ ദൂരെയാണെന്ന് ആലോചിക്കുക. അതിനേക്കാൾ ദൂരെയുള്ള ശനിയെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 156
കോടി കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് അങ്ങോട്ടുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത്. അത്രയും ദൂരമുള്ള കാണാം. ഇനി ഇതെല്ലാം പോട്ടെ, 25 ലക്ഷം പ്രകാശവർഷം അപ്പുറത്തുള്ള ആൻഡ്രോമേഡ ഗാലക്സിയെ നമുക്ക് വെറും കണ്ണുകൊണ്ട് നല്ല ഇരുട്ടുള്ള ഒരു ആകാശമാണെങ്കിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ദൂരത്ത് നിന്ന് ഒരു സാധനത്തിനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് കുറച്ചുകൂടെ വ്യക്തമാവാനായിട്ടൊരു കാര്യം പറയാം. ഈ ചന്ദ്രൻ്റെ ഉപരിതലം എന്ന് പറയുന്നത് അതിൻ്റെ സർഫസിനകത്ത് വലിയ റിഫ്ലക്റ്റീവ് ഒന്നുമല്ല, ഒരുമാതിരി സ്ലേറ്റിൻ്റെ നിറമാണ്, ചാര നിറം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും നമ്മളിവിടെ ഫുൾ മൂൺ ഡേ ഒക്കെ മൂൺ നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ നല്ല നീല നിറത്തിലുള്ള ഒരു ബ്ലൂ മാർബിൾ പോലെയുള്ള ഒരു സാധനമാണ്. ഇത് മൂണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ചന്ദ്രനേക്കാൾ പ്രകാശത്തിലാണ് കാണുക. അപ്പോൾ സ്പേസിൽ നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഭൂമി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ നേരത്തെ ചന്ദ്രനിൽ നിന്നുള്ള ചിത്രത്തിനെ പറ്റി പറഞ്ഞു. പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കാൾ സേഗൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള സാധനവും ആ ഫോട്ടോയും വായിച്ചാണ്. അതായത് വോയേജർ 1 നെപ്റ്റ്യൂണിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും കാൾ സേഗൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം തിരിഞ്ഞ് ഭൂമിയിലേക്ക് ഒരു ചിത്രം എടുത്തതാണ് വോയേജർ. ഒരു നീല പൊട്ട് പോലെ ഒരു സൺ ബീമിൽ ഇങ്ങനെ ഒരു മുത്ത് പോലെ കോർത്തിട്ടിരിക്കുന്ന ഒരു നീല മുത്ത് പോലെ അല്ലെങ്കിൽ ഒരു പിക്സൽ മാത്രം വലിപ്പമുള്ള ഒരു സാധനമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അവിടെയും നമുക്ക് ഭൂമി ഒരു സ്പെറിക്കലായിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ചന്ദ്രഗ്രഹണം വരുമ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുകയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ആംഗിളിൽ നിന്ന് സൂര്യപ്രകാശം വന്നാലും അവിടെ വട്ടത്തിൽ ഒരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പിയറിന് മാത്രമേ പറ്റൂ. നിങ്ങളൊരു ബോൾ എടുത്തിട്ട് അതിന് ചുറ്റും ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിഴൽ എവിടെ വീണ് കഴിഞ്ഞാലും വട്ടം അല്ലെങ്കിൽ വൃത്താകൃതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ചന്ദ്രഗ്രഹണത്തിനും എല്ലാ സ്ഥലത്തുനിന്ന് എവിടുന്ന് സൂര്യൻ്റെ വെളിച്ചം അടിച്ചു കഴിഞ്ഞാലും ചന്ദ്രനകത്ത് ആ നിഴൽ വട്ടമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതൊരു സ്പിയർ ആണെന്നുള്ളത് അനുമാനിക്കുക. ഇനി BCയിൽ തന്നെ ഇറാറ്റോസ്റ്റെനസിനെ പോലെയുള്ളവർ ഭൂമിയുടെ ചുറ്റളവ് അളന്നതാണ്, വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ അളന്നതാണ്. ഇനി ഒരു കാര്യം പറയാം, എത്ര ദൂരം നിന്നാലാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വേറ്ററിൻ്റെ അവിടെ 12,575 അല്ലെങ്കിൽ 76 കിലോമീറ്ററാണ് ഭൂമിയുടെ ഡയമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റിൽ ഇങ്ങനെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു ആംഗിൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. കുറച്ചുകൂടെ കുറവെന്ന് പറഞ്ഞാൽ ഒരു 110 ഡിഗ്രിയാണ്. അപ്പോൾ മനുഷ്യൻ ഇന്ന് ചന്ദ്രനിലേക്ക് പോകുന്നതിനല്ലാതെ ലോ എർത്ത് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഓർബിറ്റിൽ കറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് എലിവേഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1300 കിലോമീറ്ററാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 110 ഡിഗ്രി പെരിഫറൽ വിഷൻ ഉൾപ്പെടെ, അതായത് വശങ്ങളിൽ കൂടി കണ്ണിന് കാണാൻ പറ്റുന്നത് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ഒരു വട്ടത്തിൽ തന്നെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്പിയറായിട്ട് തന്നെ ഗോളാകൃതിയിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരുപാട് ദൂരെയെങ്കിലും പോകണ്ട. മൂണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് 3,84,000 കിലോമീറ്റർ ശരാശരി ദൂരമുള്ള അത്രയും ദൂരമുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 1300 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭൂമിയെ ഒരു വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവരൊക്കെ എപ്പോഴും ദുബായ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ ഈ ദുബായിൽ പോകുന്ന ആൾ ബുർജ് ഖലീഫയുടെ താഴെ നിന്ന് സൂര്യാസ്തമയം കാണുക. അതിനുശേഷം പെട്ടെന്ന് ഹൈ സ്പീഡ് എലിവേറ്റർ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും അവിടെ സൂര്യൻ അസ്തമിക്കുള്ളൂ. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ കർവച്ചർ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ കർവച്ചറിൻ്റെ മുകളിൽ കൂടി സൂര്യനെ കാണുക എന്നുള്ളതാണ്. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി കറങ്ങുകയാണ്. ഭൂമിയുടെ കർവച്ചറിൻ്റെ അപ്പുറത്തേക്ക് ആ ഹൊറൈസണിൽ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ 2 സൂര്യ അസ്തമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു വൃത്താകൃതിയിലുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നേരത്തെ ചന്ദ്രൻ്റെ കോണളവ് വെറും 1/2 ഡിഗ്രി ആണെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ സ്പേസിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ പോലും നാസയുടെ ലൈവായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള ഫുട്ടേജ് 100% എപ്പോഴും ഇങ്ങനെ ലൈവായിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാശി പിടിക്കരുത്, ഒരു ഗോളമായിട്ട് മൊത്തമായിട്ട് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം അവിടുന്ന് ആ ഭൂമിയുടെ കർവ് നിങ്ങൾക്ക് ചെറുതായിട്ട് കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. കാര്യം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിൽക്കുന്നത് വെറും 400 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ കർവച്ചർ അല്ലെങ്കിൽ ഭൂമിയുടെ വളവ് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാസ എപ്പോഴും ലൈവായിട്ട് വിടുന്നുണ്ട്. അത് ഇനി നേരെ താഴേക്ക് വെച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കർവച്ചർ ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഉദാഹരണങ്ങളും കാര്യങ്ങളും. ഈ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കപ്പൽ ദൂരേക്ക് പോകുന്ന സമയത്ത് ഷിപ്പിൻ്റെ ഡെക്കുകൾ എപ്പോഴും മുകളിലാണ് വയ്ക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ എർത്തിൻ്റെ കർവച്ചറിന് അപ്പുറത്തേക്ക് കാണാനാണ്. നിങ്ങൾക്ക് ഒരിക്കലും കന്യാകുമാരിയിൽ പോയി നിന്നിട്ട് വളരെ ദൂരെയുള്ള ഒരു സ്ഥലം, ഉദാഹരണത്തിന് നിങ്ങൾ അങ്ങ് കിഴക്ക് ഓസ്ട്രേലിയയിലേക്ക് നോക്കുകയാണെന്ന് ഇരിക്കട്ടെ,
നിങ്ങൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ടെലസ്കോപ്പ് ഉണ്ടെങ്കിലും, അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് 3,84,000 കിലോമീറ്ററുകൾ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാം. നിങ്ങൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പ് അവിടെ കൊണ്ടുവച്ചിരുന്നാലും നിങ്ങൾക്ക് ഒരിക്കലും ഓസ്ട്രേലിയയെ കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർവച്ചറിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഭൂമി ഉരുണ്ടത് തന്നെയാണ്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് എങ്ങനെ വിശദീകരിച്ച് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ള തെളിവുകളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇനി ആര് ചോദിച്ചാലും പറയുക ഭൂമി ഉരുണ്ടതാണ്, ഫ്ലാറ്റ് എർത്തേഴ്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിലും പരന്ന ഭൂമിക്കാരുണ്ട് എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും വളരെ അതിശയമാണ്. അവരുടെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെ വരുന്നുണ്ട്. കൂടുതലും മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. പഴയ ചില കാഴ്ചപ്പാടുകളൊക്കെയാണ്. തൂണിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഡിസ്ക് പോലെയുള്ള ഒരു സാധനം, പരന്ന ഒരു സാധനം വെച്ചിരിക്കുന്നു, പാത്രം പോലെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ എഡ്ജിൽ പോയാൽ താഴെ വീഴും, നടുക്ക് ഭയങ്കര ക്ലോസ്ലി ഗാർഡഡാണ്, മിലിറ്ററി സീക്രട്ടുള്ള സ്ഥലമാണ്, അങ്ങോട്ടൊന്നും പോകാൻ സമ്മതിക്കില്ല, നിങ്ങൾ ഇതുവരെ ഭൂമിയുടെ ആ ഡിസ്കിൻ്റെ നടുക്കേക്ക് പോയിട്ടില്ല എന്നൊക്കെ ഉള്ള വാദങ്ങളാണ്, വിചിത്രമായ വാദങ്ങളാണ് ഇവർ പറയുന്നത്. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പേസ് ബലൂണിൽ നിങ്ങളൊരു ക്യാമറ കെട്ടിവിട്ടാലും ഒരു 10-30 കിലോമീറ്റർ പോയാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കർവച്ചർ ഉണ്ടാകാൻ പറ്റും. എന്തിന് 10 കിലോമീറ്ററിൽ ഹൈ ഫ്ലൈയിങ് ആയിട്ടുള്ള പ്ലെയിനിലിരുന്ന് നോക്കിയാൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും ഭൂമിയുടെ കർവച്ചർ കാണാൻ പറ്റും. നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു നേർരേഖ വരച്ച് നോക്കിയാൽ മതി, അതിൻ്റെ കർവച്ചർ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. 10 കിലോമീറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറവാണ്. പക്ഷേ ഒരു 30 കിലോമീറ്ററോ അതിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് വരും. 30 കിലോമീറ്ററിൽ പറക്കുന്ന എന്തായാലും ജെറ്റ് പ്ലെയിൻസ് ഒന്നുമില്ല. നമ്മുടെ വെതർ ബലൂൺസും സ്പേസ് ബലൂൺസും ഒക്കെ അങ്ങോട്ട് പോകാറുണ്ട്. യൂറി ഗഗാറിനൊക്കെ പോയ സമയത്ത് ഭൂമിയെ കണ്ടിരുന്ന ഒരു 175 കിലോമീറ്റർ മുതൽ ഒരു 330 കിലോമീറ്റർ വരെയുള്ള ഓൾട്ടിറ്റ്യൂഡിൽ നിന്നാണ്. അവർക്കും ഒരു ആർക്ക് പോലെ കാണാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു 1300 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയെ സ്പിയറായിട്ട് തന്നെ കാണാം. അതിന് മൂൺ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല, ദൂരെ നിന്ന് എടുക്കാൻ പറ്റും. ഇതൊന്നും വലിയൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.